നമസ്കാരം. ഇന്നൊരു യാത്രാ വീഡിയോ ആണ് ആസ് യൂഷ്വൽ. പക്ഷെ നമ്മുടെ ടാഗ്ലൈൻ പറയുന്ന പോലെ UK ടു ദ വേൾഡ്. UKയുടെ പുറത്തേക്കല്ല, UKയുടെ അകത്ത് തന്നെയുള്ള സ്ഥലമാണ്. നമ്മൾ എവിടേക്കാണ് ഇനി പോകുന്നത്? അതെ, ആക്ച്വലി ഇന്നൊരു ഗെറ്റ് ടുഗദർ ആണ് നമ്മുടെ ഒരു ഫാമിലിയുടെ. അപ്പോൾ ഒരു ബൈബറി ഫിഷ് ഫാം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉള്ളൊരു ഒരു 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 ഫാമാണ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം, അറിയുള്ളൂ. ഞങ്ങളും ആദ്യമായിട്ട് പോവാണ്, വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു ഫാമിലി ഗെറ്റ് ടുഗദറും. അപ്പോൾ ആ കാഴ്ച നിങ്ങളിലേക്ക് കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നമ്മുടെ മൊറോക്കോ വീഡിയോസ് അപ്പായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഓഗസ്റ്റ് തീരാറാവുന്നു. ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. സോ ആർക്കെങ്കിലും ഈ ഒരു സ്കൂൾ ഹോളിഡേ ടൈമിൽ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? സോ ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ എന്തൊക്കെയാണ്, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം, അത് ക്ലിയർ ചെയ്ത് തരികയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി നമ്മള് ഇവിടുന്ന് ഡയറക്റ്റ് പോവാണെങ്കിൽ നമ്മൾ കോവൻട്രി വഴി ഇങ്ങനെ കയറി നമുക്ക് 2 മണിക്കൂർ കൊണ്ട് എത്തും. നമ്മൾ അവിടുന്ന് ചെറിയ ഡീവിയേഷൻ, ഒരു 20 മിനിറ്റ്സ് ഡീവിയേഷൻ എടുക്കുന്നുണ്ട് നമ്മുടെ ഒരു കസിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവരെയും പിക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഓരോരുത്തരെ പറക്കി വണ്ടിക്കകത്ത് ഇട്ടിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ അപ്പം ആക്ച്വലി നമ്മൾ ഈ സ്ഥലം ചൂസ് ചെയ്യാൻ കാര്യമുണ്ട്. നമ്മൾ ഈ ഗെറ്റ് ടുഗദറിന് പ്ലാൻ ചെയ്തപ്പം അല്ലേ, എല്ലാവരുടെ വീട്ടിൽ നിന്ന് ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലം ഇതായിരുന്നു അല്ലേ? ആരാധിക്കുന്നു എന്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ്. അങ്ങനെ നമ്മൾ 45 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഞായറാഴ്ച ചന്ത ഉണ്ട് കേട്ടോ. ഞായറാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ അറിയത്തില്ല. ഇതിന്റെ ഫ്രണ്ടില് വരും ഏതോ ഒരു ഡേറ്റില്. നീ വന്നില്ലേലും കുഴപ്പമില്ല, മസാല വേണം. How did you do? സൂപ്പർ. എങ്ങോട്ടാ പോന്നേ? ഇതാരാണ്? ഇത് എമിയെ കിട്ടിയപ്പോ അതിന്റെ കൂടെ കിട്ടിയതാ നമ്മുടെ പൊന്നളിയൻ. ഇത് സ്നേഹ അളിയത്തി. അതെ 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 അതെ. അങ്ങനെ അപ്പൊ നമ്മള് യാത്ര തിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു എത്ര മണിക്കൂറുണ്ടല്ലേ? 2 മണിക്കൂർ, 2.5 മണിക്കൂർ. Two hours later. നടക്കണം. ഓവർഫ്ലോ കാർ പാർക്ക് pound 8 4th ഡേ. സോ നേരത്തെ വന്നായിരുന്നെങ്കിൽ മറ്റേ അകത്തിടായിരുന്നല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ വരുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എങ്ങോട്ട് പോകണമെന്നുള്ളത്. നിങ്ങൾ കാർ പാർക്ക് സൈൻ നോക്കി. അവിടെ കുറേ മറ്റേ നമ്മുടെ 1 hour 2 hour നോ റിട്ടേൺ വിത്തിൻ 1 hour എന്നൊക്കെ എഴുതി വെച്ചാൽ അങ്ങനത്തെ പാർക്കിംഗ് ഇല്ലേ, അങ്ങനെ കുറച്ചുണ്ട്. അതല്ലാതെ ഇവരുടെ ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട്. ഫസ്റ്റ് വണ്ണം നമുക്കൊരെണ്ണം കാണാം. അത് ചെറിയ കാർ പാർക്കാണ്, പെട്ടെന്ന് ഫുള്ളാവും. ഒരു 9 മണിക്ക് മുന്നേ വന്നാലേ ചിലപ്പോൾ അത് കിട്ടുള്ളായിരിക്കും. പക്ഷേ ഇത് അധികം ദൂരം ഒന്നും പറയാനില്ല. 100 മീറ്റർ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഓവർഫ്ലോ കാർ പാർക്ക് എന്ന് പറയുന്നത് വിശാലമായ കാർ പാർക്ക്. ഇതാ ഇഷ്ടം പോലെ വണ്ടികൾക്ക് ഇടാനുള്ള സൗകര്യമുണ്ട്. 8 പൗണ്ടാണ് ഇതിന് ചാർജ് വരുന്നത്. ഇവിടെ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുക? ഹൗ ടു പർച്ചേസ് ടിക്കറ്റ്? ഫൈൻഡ് ദ ടിക്കറ്റ് മെഷീൻ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ റോഡ് ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ. അപ്പോൾ ഇവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് അവിടെ താഴെ അതുകൊണ്ട് അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി പേ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇവിടെ വന്ന് ഡിസ്പ്ലേ ഇടണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അളിയാ? റിവാർഡ്. അങ്ങനെ അപ്പോൾ നമുക്ക് പോയി പാർക്കിംഗ് ടിക്കറ്റ് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ പാർക്കിംഗ് ടിക്കറ്റ് എടുത്ത് 8 പൗണ്ടാണ് നമ്മൾ പറഞ്ഞ പോലെ ചാർജ് വരുന്നത്. ഇവിടെ അതായത് ഇത് കാർ പാർക്ക്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു, നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതെന്ത് ചെയ്യണം? ഡാഷ് ബോർഡിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം. ഞങ്ങൾ സാധാ കൃഷി കുടുംബമാണ്. ഇതാണ് ഞങ്ങളുടെ കൃഷി കുടുംബത്തിലെ ചക്കാട്ടുത്തറ അമ്മായി. ഹലോ. ഇവിടുന്നൊരു
100 മീറ്റർ അല്ല, 150 മീറ്റർ നടക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫാം എൻട്രൻസ് ഉണ്ട്. ബേസിക്കലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടനിൽ നിന്നാണെന്നൊരു 2.5 മണിക്കൂർ, ഇപ്പം നമ്മുടെ ആ കൊവൻട്രി ഭാഗത്തു നിന്നൊക്കെയാണ് ഒരു 2 മണിക്കൂർ പ്ലസ്, പിന്നെ ലെസ്റ്ററിൽ നിന്നും ഒരു 2 മണിക്കൂർ അറൗണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വന്നൊരു എല്ലാവർക്കും ഗ്യാദർ ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണിത്. ബേസിക്കലി ഞങ്ങളും അങ്ങനെ ഒരു പ്ലാനായിട്ട്, അതായത് നമ്മളുടെ കസിൻസ് എല്ലാം ഒരു 2 hour 1.5 hour ഡിസ്റ്റൻസിലാണുള്ളത്. സോ അങ്ങനെ ഇതൊരു സെൻട്രൽ പോയിന്റായിട്ട് ഞങ്ങൾ എടുത്തത്. ഫാം എന്തോളിയാ പറഞ്ഞേ? അതെ ഗൈസ്, ഇതാണ്. അപ്പൊ ഇതാണ് ഫാമിന്റെ എൻട്രൻസ് വരുന്നത്. സോ കയറി ചെല്ലുന്നിടത്ത് തന്നെ ടിക്കറ്റിന്റെ ഓഫീസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് സീ. ഇവിടെ ഒരു പെട്ടിക്കട കാണുന്നുണ്ട്, മിക്കവാറും ഇതായിരിക്കും ടിക്കറ്റിന്റെ പരിപാടി. അല്ല ആണോ? നമ്മൾ കയറി വരുന്നത് തന്നെ ഇവിടെ ഗിഫ്റ്റ് ഷോപ്പും ടിക്കറ്റിന്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മളെ ഇവിടെ നിന്ന് മുദ്ര ഇടിക്കപ്പെടുകയാണ് നമ്മൾ. കാരണം നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ആ ടിക്കറ്റ് ഇവിടെ കാണിക്കുക. ഓൾറെഡി അവരുടെ ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ട് എത്ര പേര് വരുന്നുള്ളത് കേട്ടോ. അത് കഴിഞ്ഞാണ്ട് ഇതുപോലെ നമ്മളെ സ്റ്റാമ്പ് പിടിപ്പിക്കും. താങ്ക് യു. സോ നമ്മൾ മുദ്ര ഇടപ്പെട്ടിരിക്കുകയാണ്. ബൈബറി. യെസ്. 4 കഴിഞ്ഞിട്ട് ഉണ്ടെന്ന് മറ്റേ. യെസ്. അങ്ങനെ. താങ്ക് യു. അല്ല പുഷർ ഫുള്ളെന്ന് അവർ എഴുതി വെച്ചില്ലല്ലോ. ഇവർക്ക് കുടുംബപരമായിട്ട് അല്ലെങ്കിൽ ഒരു ഇച്ചിരി തള്ളു കൂടുതൽ അല്ലേ സ്നേഹ? ഞങ്ങള് മരുമക്കൾ യൂണിയനാണ് കേട്ടോ. മീൻ ചീഞ്ഞ മണോ? എവിടെ മീൻ? ആണോ? ഇവിടൊക്കെ കെട്ടിയൊക്കെ ഇട്ടേക്കുന്ന കേട്ടോ. ഇവിടെ മൊത്തത്തിലൊരു ഉളുമ്പ് മണം ഉണ്ടല്ലേ? മൊത്തത്തിലൊരു മീനിന്റെ ഉളുമ്പ് സ്മെല്ലുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ആ ഓവർഫ്ലോ കാർ പാർക്ക് നമുക്ക് വഴിയൊന്നും തെറ്റത്തില്ല. കാരണം ഇതുപോലെ വഴി ഇട്ടിട്ടുണ്ട്. നമ്മൾ അത് ഓർത്തിങ്ങി പോന്നാ, അത് കണ്ടിങ്ങി പോന്നാ മതി. അതുപോലെ തന്നെ അരോമാക്സ് ഉണ്ട്, അത് പിടിച്ചങ്ങ് പോയാൽ മതി. ഇതുണ്ടോ നമ്മളെ കണ്ട് ഓടിപ്പോകുന്നത് എല്ലാം ഓൾമോസ്റ്റ് സെയിമാ. ഇവിടെ പിടിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് തോന്നുന്നു. പിടിക്കാൻ വേണ്ടി ഡെസിഗ്നേറ്റഡ് സ്ഥലങ്ങളുണ്ട്, അവിടെ മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ. അതെ, നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ആർദേഴ്സ് നെസ്റ്റ്. ഇതിന് ആർദേഴ്സ് റെസ്റ്റ് റിസർവ്ഡ് ഓൾ ഡേ പ്രീ ബുക്കിംഗ്സ് ഉള്ളി. അയ്യോ, അപ്പോൾ ഇവിടുന്ന് പിടിക്കാൻ പറ്റത്തില്ല. അതെ, അല്ല ബേസിക്കലി ഇവിടുന്ന് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ഇത് ബുക്ക് ചെയ്തെന്ന് വെച്ചാൽ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യണം. 115 പൗണ്ടായിരുന്നു നമ്മളിതിനെ സ്പെൻഡ് ചെയ്തത്. 12 ഗസ്റ്റ് മാക്സിമം എന്ന് എഴുതിയിട്ടുണ്ട്. 12 ഗസ്റ്റ് കൂടുതലാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇഷ്യൂ ഉണ്ടാക്കുന്നതൊക്കെ റിവ്യൂവിനകത്ത് കണ്ടായിരുന്നേ. അങ്ങനെ അപ്പോൾ അങ്ങനെ അയ്യോ സാധനം പിടിച്ചു വന്ന് ടയർഡായിപ്പോയി. ഇത് കണ്ടോ, ഇതാണ് ഗ്രില്ല് ചെയ്യുന്ന സംഭവം. ഇത് നൈസാണ് സാധനം കേട്ടോ. ഇത് അടിപൊളിയാണ് പരിപാടി. നല്ല നല്ല മോഡറേറ്റ് വെതറും നല്ലതാണല്ലേ. നൈസ് വെതറാണ്. ഗ്രില്ല് ചെയ്യാൻ പറ്റിയ വെതർ. എനിക്ക് തോന്നുന്നു കുറച്ചു നേരം കഴിയുമ്പോഴേ സെറ്റ് ആവും. അത് മാത്രമല്ല കളിയാ, നല്ല ചൂടത്തൊക്കെ ഗ്രില്ലിനകത്ത് നിൽക്കാനും പാടായിരിക്കും. ഇതിപ്പോ കിട്ടില്ല വെതറാണ് കേസ്. ആക്ച്വലി നിങ്ങളൊരു 1 day പ്രോഗ്രാം ഇട്ട് തരണം കേട്ടോ. ഒരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഫാമിലി ആയിട്ട് വരിക അല്ലേ, റിലാക്സ് ചെയ്ത്. സുണ്ടി വരിക. എവിടെ നീ കണ്ടുപിടിച്ചെന്ന് പറ. അതുകൊണ്ട് ആ കാണുന്ന അതൊക്കെ ഉണ്ട്, ഹട്ടുകളൊക്കെ, അതൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയതാണ്. അതിനൊക്കെ എനിക്ക് തോന്നുന്നു 300 പൗണ്ട് പ്ലസ് ഒക്കെയാണ്. അത് 50 പേരുടെയൊക്കെ പരിപാടി നടത്താൻ ഉള്ളതാണ്. അതൊക്കെ ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെ നടത്താനുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോക്കാം. മീനൊക്കെ പിടിച്ച് ഗ്രില്ല് ചെയ്ത് ഡെസ്റ്റിനേഷൻ വെഡിങ് നടത്താം. അങ്ങനെ ഞങ്ങൾ കറങ്ങിയടിച്ച് തിരിച്ച് വന്നപ്പോഴൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. വേണ്ട മിസ്റ്റർ വിൽസന് വേണ്ടിയിട്ട് ഇതെന്താ ചാർക്കോള് 5 കിലോയുടെ ബാഗാണ് തോന്നുന്നത്. ഇതെന്തൊക്കെയാടി? അൺബോക്സിങ് വീഡിയോ ചെയ്യും. 15 സംതിങ്. ചിലപ്പം തീ പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ള സെറ്റപ്പ് എന്തെങ്കിലുമായിരിക്കും.
പിന്നെ മാച്ച് ബോക്സ്, തീപ്പട്ടി, പിന്നെ ഇത് ചാർക്കോൾ 2.5 കിലോ. 5 കിലോ ഇല്ല കേട്ടോ, ഗ്രിൽ ബ്രിക്കറ്റ്സ്. 2 കിലോ. അത് മതിയായിരിക്കും, അത്യാവശ്യം ഉണ്ട് അത് ഇവിടെ കടന്ന്. ഇത് കഴുകി വെച്ചേക്കൊന്നാണെന്ന് നമുക്ക് വിശ്വസിക്കാം, എങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്ന് കഴുകണം. ഗൈസ്, മുദ്ര. ഞാൻ ചായപാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഞാനൊരു ചായ ഇതിനകത്തുണ്ടാക്കും. നമുക്ക് ചായ ഇടാം പിന്നെ ചെയ്യാൻ പറ്റുമല്ലേ? വൺസ് ഇത് ചൂടായി കഴിഞ്ഞാൽ ആ ചൂട് അങ്ങനെ നിൽക്കുമല്ലോ. എന്താടേ കണ്ടിട്ട് എത്ര ആളായി? ലണ്ടനിലൊക്കെ അല്ല, ഇവരിവിടെ വന്ന് എക്സ്പീരിയൻസ് ഉള്ളവരാ രണ്ടുപേരും. ഹലോ, അവര് ബ്രീഫ് തന്നെ ഈ ഫാമിനെ പറ്റിയിട്ട്. അല്ല എന്നാലും പറയുന്നത് എന്താണ് ഇവിടെ? ലൈൻ കട്ട്. ചേച്ചി പറ ചേച്ചി. ആരെങ്കിലും ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ. ജസ്റ്റിനെ ഇങ്ങനെ പറ, എന്തിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്? മീൻ പൊരിക്കാൻ. ഇതെവിടാണ് സ്ഥലം? അല്ലേ ഒരു സംശയം, ഇവിടെ കൂടി ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഒരു ധാരണയുള്ള ആരെങ്കിലും? നമുക്ക് അമ്മയും കുഞ്ഞിനോടും ചോദിക്കാം. പറയൂ. ഞങ്ങള് വിശ്രമവേള ആനന്ദകരமாக വെള്ളി അടിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ മീൻ പിടിക്കുന്ന സ്ഥലത്തോട്ട് പോവാം. അങ്ങോട്ട് പോവാം. നമുക്ക് പോയിട്ടെ മീൻ പിടിച്ചിട്ട് വന്നാലോ? ഇന്ന് വൈകിട്ട് പോകുന്നതിന് മുന്നേ ഇവരുടെ ക്യാമറ പേടി നമുക്ക് മാറ്റി കൊടുക്കണം. പിന്നെ അവിടെ പോയിട്ട് നമുക്ക് ജസ്റ്റ് അവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആക്ച്വലി റോഡ് കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല, ഫിഷിങ്ങിൻ്റെ ആവശ്യമുള്ളത്. അതെല്ലാം അവിടെ നിന്ന് റെൻറ്റിന് തരും. 3 pound അറൗണ്ട് വരുന്നത്. പിന്നെ ഫിഷ് ഫുഡോ ഏതാണ്ടൊക്കെ എൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ നമുക്ക് ഈ ബാബിക്യൂ വേണേൽ യൂസ് ചെയ്യാം, ചാർക്കോൾ ഇട്ട്. അതെല്ലാം നല്ല ഇൻസ്റ്റന്റ് ബാബിക്യൂസും അവിടെ അവൈലബിൾ ആണ്. 10 pound മുതലൊക്കെ ഉണ്ട്. സോ ആ ഷോപ്പിൽ ചെന്ന ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ആണല്ലേ, അവർ ഡെസിഗ്നേറ്റഡ് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലായിടത്തൊന്നും പിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പം കൈസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതായത് നമുക്ക് എല്ലായിടത്തും പോയി യഥേഷ്ടം ചൂണ്ടിട്ട് പിടിക്കാൻ പറ്റത്തില്ല. ഇവരാണ്ട് അതുകൊണ്ട് ഇവർ ഡെക്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് അവിടെ നിന്ന് പിടിക്കാൻ തോന്നും. ഇവിടെ നമുക്ക് നമ്മൾക്ക് ഫിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഹയർ ചെയ്യാം. ഇവിടെ തന്നെയാണെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ട് അവിടെയാണ് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉള്ളത്. അതായത് നമുക്ക് തന്നെ മീൻ വെട്ടണമെങ്കിൽ വെട്ടാം. എനിക്കൊന്ന് 50 പൈസ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ക്ലീൻ ചെയ്യുന്നതിന്. അത് നമുക്ക് അവിടെ കൊണ്ടുപോകാം. നമ്മുടെ ആൾക്കാരൊക്കെ വന്നിട്ട് അവർ ക്ലീൻ ചെയ്ത് തന്നാലും തൊട്ടിപ്പുറത്തൊരു സിങ്ക് ഉണ്ട്, അവിടെ വെച്ച് ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ചുകൂടെ ക്ലീൻ ആക്കണം എന്നുള്ളൊരു മൂഡാണല്ലോ. ഇവിടെ ഒരു വീഡിയോ നമ്മളെ കാണിക്കും. ആ വീഡിയോ അനുസരിച്ച് വേണം നമ്മൾ എങ്ങനെയാണ് ഫിഷിനെ ക്യാച്ച് ചെയ്യണം. ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ആയിരിക്കും അല്ലേ? അതെ. With the fish flat on the floor, on its long white belly, take the priest and hit 3 to 4 times, very hard and firm, just above the eyes. Once the fish is killed, you can then remove the hook. So, നമുക്ക് ആയുധങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അളിയനാണ് മീനിന്റെ ആള്. അളിയന്റെ നാട്ടിലൊരു മീൻ ഫാം ഉണ്ട് കേട്ടോ. ഫിഷ് ഫാമിനെ പറ്റി പറയാ. എന്തായിരുന്നു അതിന് പറയുന്ന പേര്? എന്തോ ഫിഷ് ഫാമാ? ബയോഫ്ലോട്ട്. ഒരു ബയോഫ്ലോട്ട് ഫിഷ് ഫാം ഉണ്ട് എറണാകുളത്ത്. അത്രയും പേരില്ല, അപ്പൊ അതുകൊണ്ട് 2 വെച്ച് വേണം, അല്ലെങ്കിൽ നമുക്കത് ബിസിനസ് ആണ് മനുഷ്യ പുള്ളിയുടെ. നിങ്ങൾ അതിനകത്ത് വീണല്ലോ. ആണോ? അതായത് മൂഡ് കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വന്ന് നല്ല മൂഡ് കയറും. അന്നേരം തച്ചിലിരുന്ന് മീൻ പിടിക്കരുത്. കിലോയ്ക്ക് 12 pound വെച്ചാൽ 10 കിലോയുടെ 100 pound അങ്ങ് മാറി കിട്ടും. നമ്മളിവിടെ മീൻപിടുത്തം തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് മീൻപിടുത്തം. ഇത് മുട്ടൻ സാധനം കേട്ടോ, ഇഷ്ടം പോലെ മീനാ. അളിയാ, ഇത് എവിടെ ഇട്ടാലും കേറുന്ന ലക്ഷണമാണല്ലോ. അവൻ പിടിക്കത്തില്ല. അവൻ കുറെ നാൾ കൊണ്ട് ഈ കളി കാണുന്നതാ.
You have to use the net. Otherwise the hook will hit someone. Okay? And that's how the fish gets off. That's how it escapes. അതായത് ഹുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഇതും കൊണ്ട് ഇങ്ങനെ കോരി എടുക്കണം. അതാണ് രണ്ടുപേരും നിക്കണം. Oh yeah. Okay. Oh, you are the master, Mike. Hello, സാറേ. അതെ, പറഞ്ഞത് കേട്ടായിരുന്നോ? ബൊക്കെ എടുക്കരുതെന്ന്. ഞാൻ ഒന്നങ്ങോട്ട് മാറിയപ്പോഴത്തേനും ഇവിടെ മീനെ കിട്ടിയിരിക്കുക. എവിടെ? ഇവിടെ നമ്മൾ അടുത്ത മീനെ പിടിച്ചിരിക്കുകയാണ്. ഈ കൊല്ലാൻ വേണ്ടി ചേട്ടൻ വന്നിട്ടുണ്ട്. ക്രൂരനും കടൂരനുമായ ചേട്ടൻ മീനെ തല്ലിക്കൊല്ലുന്നു. ഓ, അങ്ങനെ അങ്ങനെ വിഭംഗത്തിനായി. എന്തായാലും റൈറ്റ് ക്യാച്ച് ആയിരുന്നു കേട്ടോ. എന്നാ അടിയാ അടിച്ചേ, അമ്മാതിരി അടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചത്തോന്നില്ലയോ? നീ ഇതുവെല്ലാം കാണുന്നുണ്ടോ? ഇവിടെ ഫുള്ള് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. ഇവിടെ ഒരു തരിയുടെ പരിപാടി നടക്കത്തില്ല. അതുപോലെ തന്നെ ഇങ്ങനെ കോരി എടുക്കാനൊന്നും പറ്റത്തില്ല. ഇതേ പിടിച്ചതിന് ശേഷം സാധനമായിട്ട് കോരി എടുക്കുക, അതാണ് നടക്കുള്ളൂ. കാരണം ഫുള്ളി മോണിറ്റേർഡ് ആണ്. അടുത്തതിന് നമ്പർ 3 ക്രൂര കടൂരനായ വാവ അനീഷ്. ഓ, അനീഷനെ ഇവിടെ ജോലിക്ക് എടുത്തു കേട്ടോ. പോക്ക് മീനെ കിട്ടിയോ? പിടിച്ചോ? ഓ, ചുമ്മാ എറിഞ്ഞിട്ട് കൊടുക്കാം. ഓ, എന്റെ മഞ്ഞ എവിടം വരെ ആയി? ഏതാ വലുതിനെയാ? ഉയ്യോ, അതൊരു എത്ര കിലോ ആണ്? ഒരു 5 കിലോ ആണോ അത്? അല്ല അളിയന്റെ ഈഗോ ഹർട്ടായി കേട്ടോ. അവൻ വന്ന് മീൻ പിടിക്കാൻ പഠിപ്പിച്ചപ്പോ ഇല്ലല്ലോ അവൻ ഈ നോ താങ്ക് യു. ഈ കൊക്കെത്ര കുളം കണ്ടതാണ്. 300 ഗ്രാമിന്റെ മീൻ അന്വേഷിക്കുന്ന എമിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എടി ചുമ്മാ വലിച്ചു എടി മോന്തക്കൊക്കെ വന്ന് ഇത് എടി കണ്ടോ? എവിടെ? ഭയങ്കര ബ്രൗൺ ട്രോട്ട്സ്. ഇവന് ഒരു ദയയില്ലാത്തവനാട്ടോ. They are super soft flesh. When I gut them, I have to be really careful not to take the heads off because they are that soft. Okay. You'll be able to tell the difference between these two, because they're just that much softer. If you want to, you can find out if you want. Like much softer, much fattier as well. Okay. This will be the most tasty than this one. നമ്മളിപ്പോ എമ്മി പിടിച്ച മീനിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പറയുന്നത്. അതിന് നോട്ടം വിട്ട് വെച്ചിട്ടുണ്ട്. അതിന് നല്ല അത്യാവശ്യം നല്ല ഫാറ്റ് ഉള്ളതാണ്. അതുപോലെ വിലയും കാണുമായിരിക്കും. നമ്മുടെ ഉദ്യമം വിജയകരമായിരുന്നു. പക്ഷെ നമ്മുടെ സ്കില്ല് കൂടിയത് കൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ പിടിച്ചു കഴിഞ്ഞേ. 4.5 കിലോ, നോട്ട് ബാഡ്. നമ്മള് പിടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരുത്തനെയാണ് ഇപ്പൊ ഇവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറേ നേരം കൊണ്ട് ഒരുത്തനെ ഞങ്ങളെ സൈഡാക്കി ഇങ്ങനെ ഒരു കോർണർ ചെയ്ത് കൊണ്ടുവരുവായിരുന്നു. എന്ത് ചെയ്തിട്ട് ഇപ്പം പിടിക്കുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുന്നതിൽ. ഇതൊരു 700 ഗ്രാം 600 ഗ്രാമുള്ള മീനുകളാണ് അതെല്ലാം. വരുന്നവനാന്ന് തോന്നുന്നു കൂട്ടത്തിൽ ഏറ്റവും വെയിറ്റ് കൂടുതൽ. കളയുന്നുണ്ടോ? അത്യാവശ്യം പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ടൈപ്പൊന്നും അല്ല. Yo boy. So these are the hard working guys in Baibury. Super boy, thank you. There you go. Super good.
ഇല്ല നമ്മള് തമാശ അല്ല കേട്ടോ, അവന്മാര് ചെയ്യുന്ന പണി വൃത്തിക്കാ. ഓ ദ ബിഗ് ബോയ്. ഓ ഭാര്യ പണിയെടുക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞാണ്. പണിയെടുക്കണി. ഇവളാണ് പിടിച്ചോണ്ട് നിൽക്കുന്ന ഓൾ. മോളെ ഇവരെന്ത് ചെയ്യുക? What they are doing? You don't know. ആണ് സുണ്ണിക്ക് അതിന്റെ ഉളുമ്പ് പറ്റുന്നുണ്ട്. എഡിബിൾ ചെതുമ്പലാന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഫാമിൽ വന്നത് വെച്ച് ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഒരാള് ചെതുമ്പൽ, ഈ മീനിന്റെ ഇല്ലാത്ത ചെതുമ്പല് ചെത്തി കളയുന്നത്. പക്ഷെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്നത്തെ ബാർബിക്യൂ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഐശ്വര്യമായിട്ട് തിരി തെളിയിക്കാൻ വേണ്ടി നമ്മുടെ കാണുന്നവരെ കൈ സൂക്ഷിക്കണേ മോളെ. ഹന്നാമോള് മാറാ. അപ്പൊ ഇവിടെ നമ്മുടെ സ്ത്രീജനങ്ങൾ എന്തൊക്കെയാ ചെയ്തത് നോക്കട്ടെ. ആ അടിപൊളിയാണല്ലോ. ഡാലോ റെഡ് ഡാലോ. ഒന്ന് കനലൊക്കെ അത്യാവശ്യം നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ വന്ന സമയത്ത് ഇവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു ആക്ച്വലി. പക്ഷെ ഇപ്പൊ ഇത് ചെറിയൊരു മലയാളി സമാജത്തിന്റെ ഒരു ഏകദേശം ഒരു ഫംഗ്ഷൻ പോലത്തെ കംപ്ലീറ്റ് മലയാളികൾ. ഈ ഫാം മുഴുവൻ മലയാളികളാണ്. ഈ ഇവിടുത്തെ ഈ ഹട്ട്, പിന്നെ അതോ ഉണ്ടാ കാണുന്ന ഹട്ട്, അതിന് തൊട്ടപ്പുറത്തൊരു ഹട്ടുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് മലയാളികൾ ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് ചെറിയൊരു പണി കിട്ടിയേ. അതായത് നമ്മൾ ആദ്യം ചാർക്കോൾ കത്തിച്ച് ചെയ്യാൻ നോക്കിയിട്ട് അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല. ആദ്യത്തെ ഒരു സെറ്റ് ഇട്ടിട്ട് അപ്പോൾ നമ്മൾ രണ്ടാമത് പോയിട്ട് ഇപ്പം ഒരു ബാഗ് ചാർക്കോൾ വാങ്ങിച്ചു. ഏകദേശം 10 പൗണ്ടാണ് അതിന് ചാർജ് ആയത്. സോ അതുകൊണ്ട് തന്നെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു പണിയില്ലേ ഇങ്ങനെ പിടിക്കാം. ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഗൈസ്, ഞങ്ങള് വന്നതിന് ശേഷം വന്നവരൊക്കെ കഴിച്ചു വീട്ടിലും പോയി. ഞങ്ങൾ ഇപ്പോഴും ഇവിടെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആവശ്യം ചിക്കനെ നോവും. നമ്മുടെ ചിക്കൻ നോക്കി, നമ്മുടെ അടിപൊളി നല്ല ഈച്ചയൊക്കെ ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്തു. നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് യൂണോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണോയുടെ പുതിയ കളികൾ. മോനെ ഇവരെല്ലാം കളക്കളിയല്ലേ? they don't know how to play. ഓ ഗൈസ്, നല്ല അടിപൊളി ദിവസമായിരുന്നു. ഒന്നും പറയാനില്ല. ഞങ്ങളെ ഒരുപാട് എൻജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഞാൻ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. ഒത്തിരി സംസാരിച്ചു. ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ സംസാരിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. നിങ്ങളെ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ബൈബറി ഫാം സന്ദർശിക്കുക, മീനൊക്കെ പിടിക്കുക, ഗ്രില്ലൊക്കെ ചെയ്യുക, വർത്താനം പറയുക. അതാണ് മെയിനായിട്ട്. സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. സംസാരം ഒരിക്കലും നിർത്തരുത്. ഇവിടെ ബൈബറി ഫാമിൽ വരുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം ഒന്ന് ബ്രീഫ് ചെയ്യാം. മെയിനായിട്ട് രാവിലെ ഏർലി മോർണിംഗ് എത്തുക, 9 o'clock ആകുമ്പോഴത്തേക്ക് എത്തുക. പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള മാക്സിമം ചാർക്കോൾ നമ്മൾ എക്സ്ട്രാ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നമുക്ക് നല്ലതായിരിക്കും. കാരണം ഇവിടെ തരുന്ന ചാർക്കോൾ ഇനഫായിട്ട് ആവുന്നില്ല. അപ്പോൾ അത് രണ്ടുമാണ് മെയിനായിട്ട്. പിന്നെ ബുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊരു പ്രൈവറ്റ് ഏരിയ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺവീനിയൻറ്റ് ടൈം സ്പെൻഡ് ചെയ്യും. ഹട്ട് വർത്തായിരുന്നോ ഈ ഒരു ഹട്ട് ബുക്ക് ചെയ്തത്? വർത്തായിരുന്നു. സ്വിച്ചിലൂടെ നമുക്ക് ഉള്ളിലോട്ട് എടുത്താൽ നല്ലതാണ്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഏതാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അപ്പൊ ഹാപ്പി ആയിരുന്നു. അടിപൊളി. എൻട്രൻസ് ഫീസ് അറൗണ്ട് 9 പൗണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പാർക്കിംഗ് ഓൾ ഡേ 8 പൗണ്ട്സ് ആണ് കേട്ടോ.
നമ്മൾ ഈ ഫാമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട്. അല്ലെങ്കിൽ അവിടെ ഫുൾ ആവുന്ന സമയത്ത് കുറച്ച് മുന്നിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് ഉണ്ട്. ഓവർഫ്ലോ എന്ന് പറഞ്ഞത് നമ്മൾ രാവിലെ വണ്ടിയിട്ട് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ വൺസ് നമ്മൾ ഈ ലൊക്കേഷനിലൂടെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ കാർ പാർക്ക് എന്നുള്ളൊരു ഡീവിയേഷൻ കാണാം. അത് നമുക്കൊരു കൺഫ്യൂഷൻ വരും, നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. ആ കാർ പാർക്ക് തന്നെ ഫോളോ ചെയ്താൽ മതി. ഒരു 200 മീറ്റേഴ്സ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ പാർക്കിംഗ് സ്ലോട്ടൊക്കെ കാണാം. അവിടെ 8 പൗണ്ടാണ് കേട്ടോ. അവിടുന്ന് താഴെ ഇറങ്ങി വന്ന് പേ ചെയ്തിട്ട് ആ ടിക്കറ്റ് ഡിസ്പ്ലേ ചെയ്താൽ മതി. പിന്നെ നമ്മൾ കയറി വന്ന് കഴിയുമ്പോൾ അവിടെ ഏകദേശം 3 പൗണ്ടാണ് ആ റോഡും കാര്യങ്ങളും ബക്കറ്റും സാധനങ്ങളൊക്കെ. അതിന് 3 പൗണ്ടാണ് വരുന്നത്. പിന്നെ പിടിക്കുന്ന മീൻ അനുസരിച്ച് 12 പൗണ്ട് പെർ കിലോ എന്നുള്ള രീതിയിൽ അതും പേ ചെയ്യണം. അവർ ഒരു സെറ്റ് ചാർക്കോളും അത് കത്തിക്കാനുള്ള സെറ്റപ്പൊക്കെ തന്നു. പക്ഷെ അത് നമുക്ക് അങ്ങോട്ട് വർക്കായില്ല. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് എക്സ്ട്രാ കുറച്ച് നല്ല ചാർക്കോൾ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു ഞങ്ങൾക്ക്. കുറേ ഡേ ഞങ്ങൾക്ക് ഹാഫ് ഡേയോളം നമുക്ക് മിസ്സായി തീ കത്തിക്കാൻ തന്നെ. അങ്ങനെ അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല. ഈ പർട്ടിക്കുലർ ചാർജസ് ആണ്. അതായത് നമുക്ക് ഈ എക്സ്ട്രാ നമ്മൾ ചാർക്കോളൊക്കെ പർച്ചേസ് ചെയ്യേണ്ട വരുന്ന ഒരു എക്സ്ട്രാ ചാർജസ്, അതൊക്കെ നമുക്ക് കുറച്ച് ചാർക്കോൾ നിങ്ങൾ കരുതി വരാമെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. പിന്നെന്താണ്, ബാക്കി ഈവൻ നമ്മളുടെ മാരിനേഷൻ പോലും നമുക്ക് അവിടെ കിട്ടും കേട്ടോ. ഒരു 10-12 പേരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഹട്ട് എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. കാരണം നമ്മൾക്ക് ഒരു കംപ്ലീറ്റ് പ്രൈവസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ പബ്ലിക്സ് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ മഴയോ വെയിലോ അല്ല ഓവർ വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. പക്ഷേ അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകിച്ച് ഇതൊക്കെയാണ്. നല്ല അടിപൊളിയാണ്. ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കളറായിട്ട് നിങ്ങൾക്ക് വരാം. മീനെ ഇഷ്ടമുള്ള ട്രൗട്ട് ഫിഷിന് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും വരാം. പിന്നെ നിങ്ങൾ ഫിഷ് മാത്രമല്ല, നിങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് ചിക്കനും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു ഫുൾ മീലൊക്കെ കഴിച്ച് റിലാക്സ്ഡ് ആയിട്ട് ഒരു ഡേ സ്പെൻഡ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നല്ല അടിപൊളി ഒരു ദിവസത്തിന് ഇവിടെ നമ്മൾ പര്യവസാനം സംഭവിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഡേ? അപ്പോൾ ഇതുപോലുള്ള UK വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു കമൻറ്റ്. നമ്മൾ ഹാപ്പിയാണ് ചെയ്യാൻ വേണ്ടി. നോർമലി നമ്മൾ UK ടു ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് UK നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകളാണ് കാണുന്നത്. പക്ഷേ UK കാഴ്ചകൾ ഇടയ്ക്കൊക്കെ കാണിക്കാം അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഇനി അപ്പോൾ നമ്മൾ എവിടെ പോകുന്ന അടുത്ത്? അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും UK to the world.